ഒപ്പിയുടെ ഒരു ഫീമെയിൽ വെർഷനാണ് ലൈറ്റ്സ് ഗെയിമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും, ബെസ്റ്റി ആയിട്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ബഡി, പിന്നെ റൊമാൻസ്, ലവർ എന്നൊക്കെ പറ്റി ചൂസ് ചെയ്യാൻ പറ്റും. കുറച്ചാൾ തൊപ്പിയുണ്ട് ലവർ എന്ന് പറഞ്ഞിട്ട് അതിൽ കിടപ്പുണ്ടായി. തൊപ്പിയാണെങ്കിൽ ഇന്തെന്ന് ലൊട്ട പറയുന്നതാണ്, എനിക്ക് പോയാടുന്നു ഓൻ്റെ അതേ സ്ലാങ്. എന്തായാലും കല്യാണം കഴിച്ചാൽ കൊള്ളായിരിക്കും ഇപ്പോഴും കൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈവൻ ആഫ്റ്റർ ഞാൻ മാരീഡ് ആണെന്ന് അറിഞ്ഞിട്ട് കൂടെ എൻ്റെ അടുത്ത് തൊപ്പിനെ കല്യാണം കഴിച്ചുകൂടെ. ഞാൻ അവൻ ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. അത്രയും വലിയൊരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും അതൊരു ലൈറ്റ്സ് കൊടുത്തൊരു സംഭവമായിരുന്നു മൂക്കുത്തിയുടെ ഇഷ്യൂ. സ്റ്റോറി പെങ്കൊച്ചിന്റെ ന്യൂഡായിട്ടുള്ള മോർഫ് ചെയ്ത സാധനങ്ങൾ ഇവള് വെടിന്നാണ് അവൻ വിളിച്ചോണ്ടിരുന്നത്. അവൻ ഓൻ്റെ വായിന്ന് വരുന്ന വാക്കതാണ്. അതുപോലെയുള്ള വൃത്തിയട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പെങ്കൊച്ചിന്റെ പെൺകുട്ടി എനിക്ക് കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു. എൻ്റെ അടുത്ത് പറയാണ്, ചേച്ചി ഞാൻ 17 വയസ്സേ കുട്ടിക്കുള്ളൂ, ഞാൻ ചത്ത് കളയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി മെസ്സേജ് അയക്കുന്നത്. ഇവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷസാമ് പാവം, ആ മനുഷ്യൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവന് ഇതേ സാധനം ചെയ്തപ്പോൾ ഷസാമിന് അത്രയും തരം താഴ്ന്ന രീതിയിൽ തിരിച്ച് പറയാൻ പറ്റൂല. എന്ന് വെച്ചാൽ ആൾ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾ, ഇവൻ്റെ അത്രയും തരം താഴ്ന്ന രീതിയിൽ തിരിച്ച് സംസാരിക്കാൻ പുള്ളിക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ വൺസ് ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവൻ സ്കാമർ ആണെന്നെല്ലാം പറഞ്ഞ സാധനം കൊടുത്തപ്പം ഷസാം ഇത് കാണാനിടയായി. ഷസാം അത് ഷെയർ ചെയ്തു. അപ്പോൾ ഓന് കൂടുതൽ ദേഷ്യമായല്ലോ ഷസാമിന്റെ അടുത്ത്. അതാണ് ഒന്നാമത് ഇവൻ സ്കാം ചെയ്ത പിള്ളേരാണ്, എല്ലാം കുഞ്ഞു പിള്ളേര്, ചെറിയ പിള്ളേർ, 18 വയസ്സിന് താഴോട്ടുള്ള പിള്ളേർ. അവന്റെ ഫാൻസും ഇതുപോലെ ഞിമിട്ട പിള്ളേരാ, കുഞ്ഞു പിള്ളേരാ. ഈ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഇവൻ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ട് ഇത് എന്താ ആക്ച്വലി സംഭവിച്ചെന്ന് പോലും അറിയേണ്ട ഈ ചെറിയ പിള്ളേരൊക്കെ എൻ്റെ പ്രൊഫൈലിലൊക്കെ വന്നിടുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ തന്നെ അച്ഛനമ്മയും സഹിക്കൂല. അങ്ങനത്തെ സാധനങ്ങൾ ഇടുന്നത്. ഫോൺ വിളിച്ചിട്ട് ചീത്ത വിളിയാണ്. ഓക്കെ, പൈസ ചോദിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുമ്പോൾ ആളാ തരടാ ഞാൻ തരുവടാ എന്നൊക്കെ പറയും. പിന്നെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, അവൻ്റെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അത്രയും വൃത്തികെട്ട ലാംഗ്വേജ്. വൺസ് ഞാൻ ഒരു റിലേഷൻഷിപ്പിലായി. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു ലാസ്റ്റ് ഇയർ. ഞാൻ വിളിക്കുന്നതൊന്നും പുള്ളിക്ക് പറ്റൂല, ഫുൾ ടൈം കളിയാണ്, കളിയോട് കളി. അപ്പം ഞാനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ പുള്ളി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്നെയും കൂടെ കളിക്കാൻ പഠിപ്പിച്ചു. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ കളിക്കുമല്ലോ, അപ്പം പിന്നെ ഞാൻ വിളിക്കില്ലല്ലോ. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്ട്രീമറാണ്, ഒരു ബ്ലോഗറാണ്, അതിലുപരി ഒരു ഗെയിമറാണ്. ലെറ്റ്സ് വെൽക്കം ശിവരഞ്ജിനി. താങ്ക് യു. ഹലോ. ശിവരഞ്ജിനി എന്ന് പറഞ്ഞാൽ ആർക്കും ഇങ്ങനെ അറിയണമെന്നില്ല, ലൈറ്റ്സ് ഗെയിം എന്ന് പറഞ്ഞാലായിരിക്കും എല്ലാവർക്കും അറിയുന്നത്. ഓക്കെ, ഒരു ഇന്റർവ്യൂവില് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈറ്റ്സ് എന്ന് ഞാൻ ഇട്ടത് ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു പ്രകാശം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ അത് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ലൈറ്റ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ലൈറ്റ്സ് എന്നുള്ള പേര് ഇടുന്ന സമയത്തുള്ള എൻ്റെ ലൈഫും ഇപ്പോൾ ഉള്ള എൻ്റെ ലൈഫും എൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്താണോ അത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രകാശം. അത് കണ്ടിട്ട് ആരെങ്കിലും മോട്ടിവേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡിലും ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആരെങ്കിലും മോട്ടിവേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രകാശം. ഓക്കെ, ആരെങ്കിലും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അത്രയും ഇൻസ്പിറേഷൻ ആയിട്ട് എന്തെങ്കിലും ആരെങ്കിലും വന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത്, ലൈവ് സ്ട്രീം ചെയ്ത സമയത്ത് കമൻസിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട്, ചേച്ചി ഞാനും ഇതേപോലത്തെ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ചേച്ചിനെ കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തത്, സപ്പോർട്ട് പോകണം, നമുക്ക് ചേച്ചിനെ പോലെ തന്നെ ആവണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പം ഭയങ്കര സന്തോഷമാണ്. നമ്മളെപ്പോലെ ഒരാളാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തരുന്ന കാര്യമല്ലേ. ഇപ്പൊ ചേച്ചി തന്നെയാണ് കുറെ ലേഡീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗേൾസ് ആയിട്ടുള്ള കുറെ ഈ ഗെയിമേഴ്സിനെ പേര് പറഞ്ഞിട്ട് എന്താ ഇപ്പൊ സ്ട്രീമിങ്ങിലും അല്ലാതെയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതവർക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളാരും അറിയാത്ത കുറെ പേരെയാണ് ചേച്ചി, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും, കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ അവർക്ക് നമ്മൾ ഇൻസ്റ്റ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോം എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അത്ര ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊന്നല്ല, ഗെയിം കളിക്കുന്നു എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് റീച്ച് ആയിട്ട് അവർക്കൊന്നും കിട്ടുന്നില്ല. ആൾക്കാർക്ക് എപ്പോഴും ചേഞ്ച് വേണം. ഇപ്പൊ ഞാൻ എൻ്റെ ഗെയിമിംഗ് കണ്ടന്റ്സ് മാത്രം കൊടുത്തെടുക്കുന്ന, ഇപ്പൊ ഞാൻ റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്, TV കണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരേ സാധനം തന്നെ നമുക്ക് എപ്പോഴും ഓടിക്കാൻ പറ്റില്ല. ആളുകൾക്ക് എപ്പോഴും ചേഞ്ച് വേണം. ആൾക്കാർക്ക് എൻ്റർടൈൻ ആകാൻ വേണ്ടിയിട്ട് എന്ത് സാധനം ഉണ്ടോ അത് നമ്മൾ കൊടുക്കണം. ഒരേ സാധനം പിടിച്ചു പോകുന്നതുകൊണ്ടാണ്
ചില ഒമേഗയിലും റിയാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പേരും കാണുന്നത് തോന്നുന്നത്. അതെ അതെ അതെ. ഇപ്പൊ ഹിപ്സ്റ്റർ പോലുള്ള ഒരാളെ നമ്മൾ അറിയാൻ തുടങ്ങിയത് തന്നെ ഒമേഗകൾ വന്നിട്ടാണ്. അതെ അതെ. അത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ആണ്. വേറെ രണ്ടാൾക്കാർ നമുക്കിപ്പോൾ പുറത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുനിന്ന് ഒരാളെ ഇങ്ങനെ കുശി കുശി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ നേച്ചറാണ്, നമ്മളത് കേൾക്കും. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. വേറെ രണ്ടാൾക്കാർ ചിറ്റാറ്റ് ചെയ്യുന്ന എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര താല്പര്യം, പ്രത്യേകിച്ചിട്ട് മലയാളികൾ. സത്യം. അപ്പൊ ആ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമേഗ ഒമേഗിൾ പോലത്തെ സാധനങ്ങൾ നോർമലി ഹിപ്സ്റ്ററിന്റെ അല്ലെങ്കിൽ ഇതുവരെ ഉള്ള ആൾക്കാരുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ചിലപ്പോൾ എത്രയോ മണിക്കൂർ അതിൽ സ്പെൻഡ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതിന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനിടയിൽ കുറേ ബാഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാവും, നമ്മളതൊന്നും അറിയുന്നില്ല. നമുക്ക് നല്ലൊരു കണ്ടന്റ്, നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു കണ്ടന്റ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതേസമയം ലൈവ് സ്ട്രീം ചെയ്തിട്ട് ഈ സാധനം കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ പച്ചയായ കുറെ യാഥാർത്ഥ്യങ്ങൾ അവിടെ കാണേണ്ടി വരും. കുറെ ആൾക്കാരുടെ പല പല മുഖങ്ങൾ നമ്മളവിടെ കാണേണ്ടി വരും. അപ്പൊ അതൊക്കെ കാണാൻ ആൾക്കാർക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് കുറെ ഇതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ കൊടുക്കുന്ന കണ്ടന്റ്സ് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ 2 പേജസ് ഉണ്ട്, ലൈറ്റ്സ് ഗെയിമിംഗ്, ലൈറ്റ് ഷോട്ട്സ് എന്ന് പറഞ്ഞ ഉണ്ട്. ആ രണ്ടിലും എനിക്ക് കണ്ടന്റ്സ് ഡെയിലി ബേസിസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് സ്ട്രീം അതിൻ്റെ കൂടെ ചെയ്യണം. ആ സ്ട്രീമിൽ നിന്നാണ് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഇടേണ്ടത്. അപ്പോൾ അതിന് ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാം ചേച്ചി തന്നെയാണ് ചെയ്യുന്നത്? ഇല്ല, ഹസ്ബൻഡാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ വീട്ടിലത്തെ കാര്യങ്ങളും പട്ടിയും പൂച്ചയും അവരൊക്കെ ആയിട്ട് ഇപ്പൊ അതിലേക്ക് ഞാൻ വരാം, സംഘം തന്നെ വീട്ടിലുണ്ടാകും. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത്. ആക്ച്വലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത കാര്യം കൂടെയാണ്, ചെയ്തുകൂടെ, വ്ളോഗ് ചെയ്തുകൂടെ ചേച്ചി. കാരണം വ്ളോഗ് എന്ന് പറയുന്നത് ബാക്കിയില്ല, ഇപ്പൊ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് പോലല്ല ഒരു വ്ളോഗ് ചാനൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അത് നമുക്ക് നല്ലപോലെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് നമ്മൾ അതിലോട്ട് കറക്റ്റായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന് ഏൺ ചെയ്യാനുള്ള ചാൻസസ് ഗെയിമിംഗ് കണ്ടന്റിനേക്കാളും കൂടുതലുണ്ട്. ചെയ്യണം തന്നെയാണ് ആഗ്രഹം. മേ ബി ഇൻ ദ ഫ്യൂച്ചർ ചെയ്യും. ഓക്കെ. ഇപ്പോൾ ചേച്ചിയുടെ പേര് പോലെ തന്നെ ലൈറ്റ്സ് ഗെയിമിംഗ് എന്ന പേര് പോലെ തന്നെ ഈ ലൈറ്റ്സ് ശരിക്കും വന്നു എന്ന് നമ്മൾ പറഞ്ഞു. മൂക്കുത്തിയുടെ ഇഷ്യൂലാണ് ശരിക്കും നമ്മൾ ലൈറ്റ്സ് കണ്ടത്. എല്ലാവർക്കും അതൊരു ലൈറ്റ്സ് കൊടുത്തൊരു സംഭവമായിരുന്നു മൂക്കുത്തിയുടെ ഇഷ്യൂ. എന്തായിരുന്നു ആക്ച്വലി എന്തായിരുന്നു സംഭവം? അതിനെപ്പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വളരെ അസഭ്യമായിട്ട് അതിനെ തുടർന്നിട്ട് പുള്ളി തിരിച്ചൊരു വീഡിയോ ചെയ്തു. അതിൽ മരിച്ചുപോയ എൻ്റെ അച്ഛനടക്കം വിളിച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. കാരണം എനിക്ക് എൻ്റെ അച്ഛനെ വിളിക്കുന്നത് മാത്രമേ സഹിക്കില്ല. പണ്ടേ മരിച്ചുപോയ ആളാണ്. അപ്പോൾ എൻ്റെ ഈഗോനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത്. പിന്നെ ഈ ഒരു ഇഷ്യൂ ഒരൊറ്റ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഇവനെ അറിയുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ DM-ൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ചേച്ചി, ഇവൻ ആൾ ഫ്രോഡാണ്, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, സ്കാമറാണ് ഇവൻ, പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ചീത്ത വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ കേസാണ്, അർജൻസി ആണെന്നൊക്കെ പട്ട് പൈസ പല പ്രാവശ്യമായിട്ട് വാങ്ങിച്ചു. കുഞ്ഞു പിള്ളേരാണ്, അവൻ്റെ ഫോളോവേഴ്സൊക്കെ കുഞ്ഞു പിള്ളേരാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ടില്ലേ. അപ്പോൾ തിരിച്ച് കൊടുക്കുന്നില്ല, ചോദിക്കുമ്പോഴത്തേക്ക് ബ്ലോക്ക് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് 1-2 മെസ്സേജസ് അല്ല എനിക്ക് വന്നത്, ഒത്തിരി thousands ഓഫ് മെസ്സേജസ്. അതിൻ്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും പ്രൂഫ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ കുറേ പ്രൂഫ് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് തന്നെ രണ്ടാമത്. കാരണം അവൻ എന്നെ ഇങ്ങനെ ഈഗോ ഹേർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല പൊളിഞ്ഞ് അവൻ എന്തെങ്കിലും പണി കൊടുക്കണം എന്നില്ല ഇതായി. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കുറേ ആളുകൾ പിന്നെയും വരണേ ഇതേ സെയിം കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇത് മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ന്യൂഡിറ്റി സ്പ്രെഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി വരെ ഇട്ട് പ്രൊമോട്ട് ചെയ്തു. പിന്നെ അവൻ്റെ സ്റ്റോറി പെങ്കൊച്ചിൻ്റെ ന്യൂഡായിട്ടുള്ള മോർഫ് ചെയ്ത സാധനങ്ങൾ ഇവള് വെടിയെന്നാണ് അവൻ വിളിച്ചോണ്ടിരുന്നത്. അവൻ്റെ വായിന്ന് വരുന്ന വാക്കതാണ്. അതുപോലെയുള്ള വൃത്തിയട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പെങ്കൊച്ചിൻ്റെ ഇങ്ങനെ, അതൊന്നൊന്നുമല്ല, ഇവൻ കുറേ ആൾക്കാരുടെ ഓൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ, ഇവന് വിരുദ്ധ ശത്രുതയുള്ള പെങ്കൊച്ചുങ്ങളൊക്കെ ഇങ്ങനത്തെ എന്തൊക്കെയോ മോഫ് ചെയ്ത വീഡിയോസും സാധനങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുക. അങ്ങനത്തെ കുറേ കംപ്ലൈൻറ്റ്സ് വരാൻ തുടങ്ങി. അപ്പോൾ അത് സ്റ്റോറി ഇട്ടപ്പോൾ അവരെന്തെങ്കിലും അവർ കേസും കാര്യങ്ങളും, ചെറിയ കൊച്ചാണത്. ഇപ്പൊ റീസെന്റ് എനിക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടാകും, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇവരെന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴാണ് നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വന്നിട്ട് പറഞ്ഞു, ഞാൻ പൈസ വാങ്ങിച്ചവർക്കൊക്കെ ഞാൻ തിരിച്ചയച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറ്റും. കാരണം ആ വീഡിയോ ഇട്ടത് കൊണ്ടാണ് പുള്ളി ഈ പൈസ അയച്ചു കൊടുത്തത്. അതുവരെ ചീത്ത പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത പുള്ളിയാണ്. നമ്മൾ ആ വീഡിയോ ഇട്ടുകൊണ്ട് അവൻ്റെ ഇമേജ് അവന് രക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ്റെ വണ്ടി എന്തോ വിറ്റിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു പൈസ ഒക്കെ അയച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാനിങ്ങനെ സ്കാമർ എന്നൊക്കെ പറഞ്ഞ് ഇവനെ എക്സ്പോസ് ചെയ്തതിന് ശേഷം അവൻ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്കറിയാവുന്ന ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്നെ കൊന്നു കളയുന്നവരെ 10 വിഷന് മുഴക്കിയിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ അക്കൗണ്ട് എന്തോ ബാൻ ആയിപ്പോയി, ബ്ലോക്ക് ആയിപ്പോയി എന്തോ ചെയ്ത്.
അപ്പോൾ അതിന് കുറച്ചാൾ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം ഒരു ചെറിയ തുക പൈസ വന്നു റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്ത് തന്ന ടീമിനെ ഞാൻ അവന് എനിക്ക് മെസ്സേജ് അയച്ചു, വേറെ അക്കൗണ്ടിൽ നിന്നൊക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അടുത്ത് ഇത്രയും ശത്രുതയുള്ള ഒരാളാണ്, അവൻ്റെ അക്കൗണ്ട് ബാൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പാവത്തെ പോലെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇയാൾ കോൺടാക്ട് ചെയ്ത് നോക്ക്, ഇത് കിട്ടും എന്നൊക്കെ പറ്റ പുള്ളിയുടെ നമ്പറൊക്കെ ഷെയർ ചെയ്തു. പുള്ളി അവൻ അക്കൗണ്ടൊക്കെ റിക്കവർ ചെയ്ത് കൊടുത്തു. ആ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ ഉടനെ എന്നെ പിടിച്ചതിനകത്ത് ബ്ലോക്ക് ചെയ്ത് തെറ്റെന്ന് സത്യം. ഞാൻ എന്തിനാ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോയെന്ന് ഞാൻ വിചാരിച്ചു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളീൻ്റെ ഒരു കാര്യങ്ങളും നോക്കാൻ പോറില്ല, കാരണം എനിക്ക് ആവശ്യമില്ല. അവനെ പോലത്തെ ഒരു ആളുടെ ഒരു അപ്ഡേറ്റ്സ് അറിയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി എനിക്ക് കുറച്ച് നാളേ ആയിട്ടുള്ളൂ, ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു പെൺകുട്ടി എനിക്ക് കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു. എൻ്റെ അടുത്ത് പറയാണ്, ചേച്ചി ഞാൻ 17 വയസ്സായ കുട്ടിക്കുള്ളൂ, എനിക്ക് ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി പറയാൻ പറ്റൂല, ഞാൻ ചത്ത് കളയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി മെസ്സേജ് അയക്കുന്നത്. ഇവൻ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പൊ റീസെന്റ് വന്ന സംഭവമാണ്. ഒരാഴ്ച കൂടിപ്പോയി 1.5 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പം ഇവൻ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇവർ റിലേഷൻഷിപ്പിലായിരുന്നു. അവർക്ക് അറിയില്ലായിരുന്നു ഇവൻ ഇതുപോലത്തെ ഒരു സ്കാമറാണ്, ഇതുപോലത്തെ ഒരുത്തനാണെന്ന് അറിയില്ലായിരുന്നു. ഇത്ര ഇഷ്യൂ ഉണ്ടായിട്ടായി അറിയില്ല. എന്നിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് ഇവളുടെ കസിൻസ് ഒക്കെ പറഞ്ഞ് ഇതുപോലത്തെ ഒരുത്തിയാണോ, ഇവനെയാണോ നീ പോയി സ്നേഹിച്ചത്, നീ അവനെ പറ്റി മൂക്കത്തെ ഇഷ്യൂ എന്ന് ജസ്റ്റ് ഒന്ന് നീ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക, അപ്പം നിനക്ക് അറിയാം അവൻ ആരാന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് കുട്ടി എൻ്റെ വീഡിയോ ഒക്കെ കണ്ട ഉടനെ എനിക്ക് വന്ന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പേടിച്ചു പോയി. ഞാൻ കുറേ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കില്ലേ, എന്ത് കാര്യം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റും. ഓൻ അങ്ങനത്തെ എന്തെങ്കിലും ആക്കുന്നത് നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോവാം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാനൊന്ന് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തു, ബ്രേക്കപ്പ് ആയി നമ്മളെന്ന് മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ അക്കൗണ്ട് കാണാറില്ലേ, അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അതെന്താണ് സംഭവിച്ചത് എന്തെന്നൊന്നും എനിക്ക് അറിയില്ല. ആ കുട്ടി പിന്നെ പുള്ളിയുടെ അക്കൗണ്ട് പോയിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളൂ, അതോ ഇപ്പൊ റീസെന്റ് പോയതാണ്. ഐ തിങ്ക് മേ ബി 1-2 വീക്സ് ഒന്നും ആയിട്ടില്ല, അത്ര ആയിട്ടുണ്ടാവും. ചിലപ്പോ ഇത് സീനായി കാണും, പ്രോബബ്ലി ആയിരിക്കാം. ആ കുട്ടി കേസുമായിട്ട് മുന്നോട്ട് പോയെന്ന് അറിയില്ല, ചിലപ്പോൾ പോകാൻ ചാൻസ് ഇല്ല. ചെറിയ കുട്ടി ആയതുകൊണ്ട് ഫാമിലിയെല്ലാം അറിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് കൂടെ കൊണ്ട് അവർക്ക് ചിലപ്പോൾ വീട്ടിലൊന്നും പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് കാര്യങ്ങൾ. അതുകൊണ്ട് ആ കുട്ടിയുടെ പേര് എനിക്ക് പറയാൻ പറ്റാത്ത, കാരണം ചെറിയ കുട്ടിയാണ്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഫാമിലിയിലും എല്ലാം പ്രശ്നമാവും. അങ്ങനെയാണ് അവൻ്റെ കഥ. എന്തായാലും ഞാൻ ചെയ്തത് കൊണ്ട് കുറേ ആൾക്കാർക്ക് തിരിച്ച് പൈസ കിട്ടി. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നു. എല്ലാവർക്കും കിട്ടിയോ അതോ? എല്ലാവർക്കും കിട്ടിയോ എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ എനിക്ക് മെസ്സേജ് അയച്ച ഞാൻ ആ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാണിച്ച എല്ലാവർക്കും അവന് പൈസ അയച്ചു കൊടുത്ത്. കാരണം അത് ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടേ, ഞാൻ സ്കാമർ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതുവരെ അവൻ സ്കാമർ ആയിരുന്നു. ഞാനിത് പറഞ്ഞതിന് ശേഷമാണ് അവൻ പേയ്മെന്റ് ചെയ്തത്. ആ ചെയ്തതിൽ ഞാൻ കാരണം ചെയ്തെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. കുറച്ച് ആൾക്കാർക്കൊന്നും കൊടുത്ത പൈസ തിരിച്ചിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ പറ്റിച്ചിട്ട് എങ്ങനെ ജീവിക്കുക. കൊറേ പേർക്ക് ഇന്റർവ്യൂ കൊടുത്തതിനിടയ്ക്ക് പിന്നെ ഓടി നടന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് എന്നെ ഞാൻ എന്തോ കരിവായിരുന്നു. ഷസാമായിരുന്നു അവിടെ ഷസാം പാവം. ആ മനുഷ്യൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഇവൻ ഇതേപോലെ ഷസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ടെക് യൂട്യൂബറാണ് ഷസാം. ആളിങ്ങനെ സപ്പോർട്ട് ചെയ്യും ആൾക്കാരെ, ഒരുപാട് സപ്പോർട്ട് ചെയ്യും. തീരെ റീച്ച് നല്ലൊരു വീഡിയോ ആണ്, കാണേണ്ടതാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആളെടുത്ത് സ്റ്റോറി ഇടും, അത് റിയാക്ട് ചെയ്തിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഇവൻ്റെ ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ ഇവൻ ഇതേപോലെ ചൊറിഞ്ഞു വന്ന് എൻ്റെ അടുത്ത് വന്ന പോലെ തന്നെ പുള്ളീനെ എന്തൊക്കെയോ തെറി അഭിഷേകം എന്നൊക്കെ പറഞ്ഞു. മെയിൻ അതാണ് അവൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, അത് മാത്രമാണ്, വേറൊരു കണ്ടന്റ് ഒന്നുമില്ല. ജസ്റ്റ് ചീത്ത വിളിനെ റാപ്പാക്കി പാടുക, അതൊക്കെയാണ് അവൻ്റെ കണ്ടന്റ്. അപ്പൊ അതിനെ റിയാക്ട് ചെയ്ത് അപ്പോൾ ഷസാമിനെ ഇതേ സാധനം ചെയ്തപ്പോൾ ഷസാമിന് അത്രയും തരം താഴ്ന്ന രീതിയിൽ തിരിച്ച് പറയാൻ പറ്റൂല. എന്ന് വെച്ചാൽ ആൾ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾ, ഇവൻ്റെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ തിരിച്ച് സംസാരിക്കാൻ പുള്ളിക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ വൺസ് ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവൻ സ്കാമർ ആണെന്നെല്ലാം പറഞ്ഞ സാധനം കൊടുത്തപ്പം ഷസാം ഇത് കാണാനിടയായി. ഷസാം അത് ഷെയർ ചെയ്തു. അപ്പോൾ ഓന് കൂടുതൽ ദേഷ്യമായല്ലോ ഷസാമിൻ്റെ അടുത്ത്. അതാണ് അങ്ങനെയാണ് സംഭവിച്ചത്. പാവ ഷസാമിന് ഒരു കാര്യമില്ലാണ്ട് ഇതിനകത്ത് കുറെ ഇട്ട് ചവിട്ടി വരട്ടെ. എല്ലാ ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഷസാം എന്നെ മനഃപൂർവ്വം ജാതിയൊക്കെ പറഞ്ഞിട്ട് എന്തോ വലിയ വിക്ടിം കാർഡൊക്കെ കളിക്കുന്നതാണ്ടു. ഒരു കാര്യമില്ല, ഷസാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു യൂട്യൂബറാണ്. ആളുടെ പേര് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തോ റീച്ച് കിട്ടുന്നു, എന്നെ ഞാനെന്തോ ഈ ജാതീയപരമായിട്ട് താന്നത് കൊണ്ട് എന്നെ ഇങ്ങനെ ആക്കുന്നതാണെന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് പടത്തി വിടുന്നുണ്ടായി. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് ഏകദേശം ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
ഇപ്പോഴും അത് എന്തെങ്കിലും ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ചേച്ചി എന്തെങ്കിലും കേസ് കൊടുത്തോ? ഞാൻ കൊടുക്കുമായിരുന്നു. ഇനി ഒരു സാധനം കൂടെ അവന്റെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു. ഞാൻ ഈ സ്കാമർ എന്നുള്ള സാധനം ഞാൻ ചെയ്ത് പിന്നെ അവൻ ഫണ്ട് തിരിച്ചു കൊടുത്തു കുറെ ആൾക്കാർക്ക് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിട്ടതാണ്. പിന്നെ എൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കി വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സൈബർ സെല്ലിൽ കേസ് ഫയൽ ചെയ്യാമെന്ന് കരുതിയിരുന്നതാണ്. ബട്ട് സംഭവം എൻ്റെ അടുത്ത് പിന്നെ പ്രശ്നമാക്കിയിട്ട് അവൻ വന്നില്ല. പകരം ഇതുപോലെ എൻ്റെ അക്കൗണ്ട് പോയി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പാവത്താനെ പോലെ മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് എന്നിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലോക്ക് ചെയ്ത് പോയി. അല്ല, ഇതുപോലെ കുറെ പേര് സ്കാം ചെയ്തല്ലോ പുള്ളി. അപ്പോ ഇവരാരെങ്കിലും കംപ്ലൈന്റ് കൊടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇവനെതിരെ കംപ്ലൈന്റ് ഇവനെതിരെ അതൊന്നും സംഭവം എന്നറിയോ? ഈ ഒന്നാമത് ഇവൻ സ്കാം ചെയ്ത പിള്ളേരാണ്, എല്ലാം കുഞ്ഞു പിള്ളേര്, ചെറിയ പിള്ളേർ, 18 വയസ്സിന് താഴോട്ടുള്ള പിള്ളേർ. അവന്റെ ഫാൻസും ഇതുപോലെ ഞിമിട്ട പിള്ളേരാ, കുഞ്ഞു പിള്ളേരാ. ഈ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഇവൻ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ട് ഇത് എന്താ ആക്ച്വലി സംഭവിച്ചെന്ന് പോലും അറിയേണ്ട ഈ ചെറിയ പിള്ളേരൊക്കെ എൻ്റെ പ്രൊഫൈലിലൊക്കെ വന്നിടുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ തന്നെ അച്ഛനമ്മയും സഹിക്കൂല, അങ്ങനത്തെ സാധനങ്ങൾ ഇടുന്നത്. അപ്പൊ ഈ ചെറിയ പിള്ളേരായതുകൊണ്ട് തന്നെ ഇവർക്ക് കേസിനും കൂട്ടത്തിനും പോകാൻ പറ്റില്ല. പിന്നെ ഇവൻ ഈ വെരിഫൈഡ് അക്കൗണ്ട് മറ്റേ വെരിഫൈഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇപ്പം. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒരു 100K ഒക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരാളെടുത്തുനിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇങ്ങോട്ടേക്ക് മെസ്സേജ് വന്നിട്ട് അപ്പോൾ ഇവർക്ക് പേടിയാണ്, നമ്മളെക്കാട്ടും വലിയ ആരോ ആണ്, നമ്മളെന്തെങ്കിലും ചെയ്ത് കളയും. പേടിയാണ് പിള്ളേർക്ക്, തിരിച്ച് പറയാൻ തന്നെ. ഭീഷണി എന്തെങ്കിലും ചെയ്തായിരുന്നു? ഫോൺ വിളിച്ചിട്ട് ചീത്ത വിളിയാണ്. ഓക്കെ, പൈസ ചോദിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുമ്പോൾ ആളാ തരടാ ഞാൻ തരുവടാ എന്നൊക്കെ പറയും. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, അവൻ്റെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അത്രയും വൃത്തികെട്ട ലാംഗ്വേജ്. പൈസ വാങ്ങിച്ച കുട്ടികളോടാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അങ്ങനെയാണ് അവൻ ചെയ്തോണ്ടിരുന്നത്. അതിങ്ങനെ ഒലിപ്പിക്കുന്ന രീതിയിലാണ് ആക്ച്വലി. മോനെ തരാടാ ഉണ്ടല്ലേ, അറിയാവുന്ന ആൾക്കാരുടെ സംസാരിക്കുന്ന പോലെ. അല്ലെങ്കിൽ പിള്ളേർ വിചാരിക്കണം അയ്യോ ഇത്രയും വലിയ റീച്ചുള്ള ചേട്ടൻ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുന്നു, അയ്യോ ആ പിള്ളേർ ഭയങ്കര സംഭവമായിട്ടായിരിക്കും കാണുക. നമുക്കൊരു വലിയ അറിയപ്പെടുന്ന ഒരാൾ നമുക്ക് മെസ്സേജ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് കാണില്ലേ. ഈ കുട്ടികളെല്ലാം അങ്ങനെ വിചാരിക്കുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അയച്ചു കൊടുക്കും. അതാണ് സംഭവിച്ചത്. എത്ര എമൗണ്ട് വരെ പുള്ളി മേടിച്ചിട്ടുണ്ട്? എത്ര എമൗണ്ട് എന്ന് എനിക്ക് അറിയില്ല. കുറെ ആൾക്കാരെ മുന്നായിട്ട് വലിയ വലിയ എമൗണ്ട് വാങ്ങിച്ചു. കുറെ പിള്ളേരെടുക്കുന്ന 500 രൂപ, 1000, 2000 അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു. ഏതോ ഒരാള് വലിയൊരു എമൗണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ആ ആള് ഇവൻ വിളിച്ച് വേണ്ട അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും അവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഷ്യൂ ആക്കിയിട്ട് പൊക്കി കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ പിറകെ വള്ളി പിടിച്ച് പോകാൻ താല്പര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെതിരെ സംസാരിച്ചിട്ട് എൻ്റെ കയ്യിൽ കോൾ റെക്കോർഡിംഗ് അടക്കം ഉള്ള ആളെ പിന്നീട് അവൻ വിളിച്ച് തിരുത്തി പറയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അവൻ്റെ തന്നെ ഫ്രണ്ടായിരുന്നു, പക്ഷെ ഫണ്ട് വാങ്ങിച്ചിട്ട് അയാൾക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യാണ്ടിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കേസുകളുണ്ട്. കുറെ ആളെ പറ്റിച്ചിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ച് കുറെ പൈസ ഉണ്ടാക്കി. എന്നിട്ട് വണ്ടി വിറ്റിട്ടാണ് പൈസ കൊടുത്തല്ലേ? അങ്ങനെ കൊടുത്തെന്നാണ് പറഞ്ഞത്. അപ്പൊ വണ്ടിയും കൂടെ വിറ്റിട്ട് പൈസ കൊടുത്തെല്ലാം ആകുമ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് നല്ല ദേഷ്യമായല്ലോ. പക്ഷെ ഞാൻ കാരണം സീനായി. അതാണ് അവൻ എൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം വരാൻ കാരണം. ഓക്കെ, അപ്പൊ ഈ സ്ട്രീമിങ് അല്ലെങ്കിൽ ഈ വ്ളോഗിങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ എങ്ങനെ എത്തിയത്? ഓക്കെ, ഗെയിമിങ്ങിലോട്ട് ഞാൻ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയനാണ് ആദ്യം PUBG ഒക്കെ കളിച്ചോണ്ടിരുന്നത്. അപ്പോൾ അവൻ കളിക്കുമ്പോൾ ഒക്കെ ഞാൻ ജസ്റ്റ് നോക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കളിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നീട് വൺസ് ഞാൻ ഒരു റിലേഷൻഷിപ്പിലായി. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു ലാസ്റ്റ് ഇയർ. അപ്പം നമുക്ക് വരാം. അതെ, 6 years ആയിട്ട് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ ഇൻഫ്ലുവൻസ് വഴിയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PUBG എന്ന് പറഞ്ഞൊരു ഗെയിമിലോട്ട് വരുന്നത്. പുള്ളി കോൺകർ പുഷ് ചെയ്യും. കോൺകർ പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഹയസ്റ്റ് ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള പുഷ് ചെയ്യും. അപ്പൊ ഞാൻ വിളിക്കുന്നതൊന്നും പുള്ളിക്ക് പറ്റൂല. ഫുൾ ടൈം കളിയോട് കളി. അപ്പൊ ഞാനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ പുള്ളി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്നെയും കൂടെ കളിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ കളിക്കല്ലോ. അപ്പൊ പിന്നെ ഞാൻ വിളിക്കില്ലല്ലോ, എനിക്കപ്പോൾ കളിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ കളിച്ചു തുടങ്ങിയത് ആക്ച്വലി. അപ്പോൾ അത് എത്ര വർഷം മുമ്പാണ്? അപ്പോ അത് 2019 മുതൽ കളിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് PUBG ആണ്. പിന്നീട് പിന്നെ PUBG ബാൻ ആയി ഇന്ത്യയിൽ. BGMI, ബാറ്റിൽ ഗ്രൗണ്ട് ഓഫ് മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് BGMI വന്നു. പിന്നെ അത് കളിക്കാൻ തുടങ്ങി. പിന്നെ 2020 ഞാൻ ചാനൽ തുടങ്ങുന്നത്. ഈ പറഞ്ഞ പോലെ പുള്ളി തന്നെയാണ് പ്രകാശം ലൈറ്റ്സ് എന്നുള്ള രീതിയിൽ വിളിച്ച ഒരു ഹോപ്പാണല്ലോ എന്നുള്ള രീതിയിൽ ലൈറ്റ്സ് ഗെയിമിംഗ് പേര് വെക്കാൻ. ആദ്യം തൊട്ട് ഈ പേര് തന്നെയായിരുന്നു, ഫസ്റ്റ് മുതലേ ആ പേരാണ്. അപ്പം അങ്ങനെയാണ് ആ പേര് വെച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവ് സ്ട്രീം ചെയ്യും, ഇടയ്ക്ക് വല്ലതും കണ്ടന്റ് വീഡിയോസ് ഇടും, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അന്നേരം എനിക്ക് ഡിവൈസോ വൈഫൈയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 2022 ആയപ്പോൾ കൊച്ചിയിലോട്ട് വന്നു. കൊച്ചിയിലായിരുന്നു ഞാൻ
വർക്ക് ചെയ്തത്. എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ ജോബിന് കയറി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതുമായിട്ട് കൊണ്ടുപോയി. യൂട്യൂബ് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയി, ഇത് ഒരു വർക്ക് ഒരു സൈഡിലേക്ക് കൂടെ പോയി. അങ്ങനെയാണ് ഇതിൽ ഒന്ന് തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ഗെയിമിങ് സ്ട്രീമിങ് തുടങ്ങിയായിരുന്നു. ഗെയിം കളിച്ച് തുടങ്ങിയ ഒരു കുറച്ച് നാളെ, ഒരു 2020 ഞാൻ ചാനൽ തുടങ്ങി. 90 മുതൽ ഞാൻ കളിക്കുന്നുണ്ട്. 90 കളിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ അധികം വലിയ അടിപൊളിയായിട്ട് കളിക്കാനൊന്നും അറിയില്ല. 20 വലിയ അടിപൊളിയായിട്ട് കളിക്കാനൊന്നും അറിയില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു എനിക്ക് നല്ലപോലെ കളിക്കാനൊന്നും അറിയില്ല. ഞാൻ അതിനകത്ത് കളിക്കുന്ന ഒരു വൈബ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളെ ചങ്ങായിമാരെല്ലാം ഒപ്പം ഇരുന്നിട്ട് നമ്മൾ കളിക്കുമ്പോൾ, നമ്മളൊരു സ്ക്വാഡായിട്ട് പോകുമ്പോൾ നമ്മൾ തമ്മിലുള്ള സംസാരം, അത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കോൺവെർസേഷൻ, ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി മാത്രമേ കളിക്കുന്നു. ഒരു എൻ്റർടൈൻ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ BGMI അല്ലെങ്കിൽ ഏത് ഗെയിംസും കളിക്കുന്നത്. കറന്റ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ PC ഗെയിംസ് ആണ്. പബ്ജിയുടെ തന്നെ PC വേർഷൻ ഉണ്ട്. അത് ഹൈലി റിയലിസ്റ്റിക് ആണ്. നമ്മുടെ മൊബൈൽ ഗെയിംസ് പോലെ അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അത് ഭയങ്കര ചലഞ്ചിങ് ആണ് കളിക്കാൻ വേണ്ടി. അത് പക്ഷെ കുറച്ച് ക്രാക്ക് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആയിട്ട് മാറണം, അതിനകത്ത് അറിയപ്പെടുന്ന ഒരു പ്ലെയർ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പബ്ജി PCയിൽ. ഇപ്പം അതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങിലാണ്. എല്ലാ ദിവസവും അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗെയിമിംഗ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അപ്പം അതിൽ നിന്ന് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സർക്കിൾ കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ കോളേജിൽ നിന്ന് കിട്ടാത്ത അത്രയും ഫ്രണ്ട്സ്, അല്ലെങ്കിൽ പഠനകാലത്ത് കിട്ടാത്ത അത്രയും ഫ്രണ്ട്സിനെയാണ് ഇപ്പോൾ ഗെയിമിംഗ് നിന്ന് കിട്ടുന്നത്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മളെ ഗെയിമിംഗ് നിന്ന് കിട്ടുന്ന ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വൈബും നമ്മുടെ വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടാവാം, ഏതൊക്കെയോ സ്ഥലങ്ങളിലുള്ള ആൾക്കാരോ, ലാംഗ്വേജ് വേറെ ആയിരിക്കാം, ചിലപ്പോൾ ഭായിമാരും മറ്റേ ബംഗാളികളൊക്കെ ഉണ്ടാവും റാൻഡം കിട്ടുന്നത്. അവരെല്ലാം കട്ടച്ചങ്ങായിമാരായി വരാം. സീരിയസ്ലി. അത് വെച്ചാൽ നമ്മൾ അറിയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാം, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ പൊതുവെ ഏത് ഹിന്ദിക്കാർ വന്നിട്ടുണ്ടെങ്കിലും ബംഗാളികൾ അരെ ഭായ് ഇതറാവോ ഉദർ ജാവോ ഉദർ എനിമിയേ ഉദർ ബന്ദായേ എന്നെല്ലാം പറഞ്ഞ് ആ ഒരു സീനാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം പിടിച്ചു വെക്കും. ചിലപ്പോൾ നല്ലപോലെ കളിച്ച് ആ ഒരു മാച്ചെല്ലാം വിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ബംഗാളിനെ ഫ്രണ്ടെല്ലാം ആക്കിന്ന് വരാം. അങ്ങനെ കിട്ടുന്നത് ഭയങ്കര റാൻഡം ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിലുള്ള ഫ്രണ്ട്സിനെക്കാട്ടും ഉള്ളൊരു ബോണ്ട് അവർ തമ്മിൽ ഇപ്പോൾ ഉണ്ട്. കാരണം നമ്മൾ കൂടുതൽ സംസാരിക്കുന്നവരുടെ അടുത്താണ്. എന്ന് വെച്ചാൽ ഞാൻ റിയൽ ലൈഫിൽ വെർച്വൽ ലൈഫിൽ നമുക്ക് ഫ്രണ്ട്സ് നല്ലതല്ല, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ഷൻ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് കുറവാണ്. ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ റിയൽ ലൈഫിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കിലധികം ഫ്രണ്ട്സ് എനിക്ക് കുറവാണ്. അപ്പം എനിക്ക് ഗെയിമിങ്ങിന് കിട്ടിയ ആൾക്കാർ എനിക്ക് അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ ചങ്ങായിമാരാണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടാവും? കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതലാണെന്നുണ്ടെങ്കിൽ കുറേ കാലമായിട്ട് എൻ്റെ കൂടെയുള്ള 2 പേരാണ്. ആഷിക് ഷോർട്സ്, അതുപോലെ റീബോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റീസെൻ്റ്ലി എൻ്റെ കൂടെ വന്നിട്ടുള്ള ബ്ലൂട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള അവനൊക്കെ ഇവിടെ ട്രിവാൻഡ്രാണ്. ഇവരൊക്കെ ഓരോ നാട്ടിലും, ഒരാൾ കൊച്ചിയിലാണ്, ഒരാൾ തൃശ്ശൂരാണ്. പിന്നെ അങ്ങനെ ഒരുപാട് മനോജ് എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ ചേട്ടനെ പോലെയൊക്കെയാണ്, പാലക്കാടാണ്. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ക്ലോസ് ആയിട്ട് ഇപ്പോൾ ബ്രദേഴ്സിനെ പോലെയാണ്. എന്താ പറയുക, ഒരു ഫാമിലി പോലെയാണ് നമ്മളെല്ലാവരും. ഇപ്പം എല്ലാവരും ഭയങ്കര കണക്ട് ആണ്. ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എല്ലാവരും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ മനോജ് ചേട്ടനെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ബ്ലൂട്ടോ, മുനു, അതുപോലെ ആഷിക്ക്, റീബോൺ, ഇവരൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നു, എന്താണ് തൊപ്പിയുടെ ഒരു ഫീമെയിൽ വെർഷനാണ് ലൈറ്റ്സ് ഗെയിമിംഗ് എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട് കാസർഗോഡാണ്. അമ്മേൻ്റെ നാട് കാസർഗോഡാണ്. അച്ഛൻ്റെ നാട് കണ്ണൂരാണ്. കണ്ണൂർ തളിപ്പറമ്പാണ്. ഞാൻ പഠിക്കുകയൊക്കെ. തളിപ്പറമ്പ് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീടാണ്. അവിടെ നിന്നിട്ടാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ തളിപ്പറമ്പ് വീട്ടിൽ നിന്നൊരു 1-2 കിലോമീറ്റർ ദൂരം മാത്രമേ തൊപ്പീൻ്റെ വീട്ടിലേക്കുള്ളൂ. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊരിന്തിയാക്കി ചോറ് വെച്ചാ എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത കണ്ണൂരത്തെ അടുത്ത സ്ലാങ്ങിലാണ് ഞാൻ സംസാരിക്കുന്നത്. തൊപ്പി അതെങ്കിൽ ഇന്തെന്നില്ല ലൊട്ട നീ പറയുന്നതാണ്, എനിക്ക് പോയാടുന്നു ഓൻ്റെ അതേ സ്ലാങ്.
നോക്കുമ്പോഴത്തേക്ക് നമ്മ രണ്ടാളും ഒരേ നാട്ടിലുള്ള ആൾക്കാരാണ്. നമ്മുടെ സ്ലാങ് ഒരുപോലെ വരും. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ കൊള്ളായിരിക്കും എന്തൊക്കെ. ഇപ്പോഴും കൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈവൻ ആഫ്റ്റർ ഞാൻ മാരീഡ് ആണെന്ന് അറിഞ്ഞിട്ട് കൂടെ എന്റെ അടുത്ത് തൊപ്പിനെ കല്യാണം കഴിച്ചൂടെന്ന് നിങ്ങൾ ചോദിക്കുന്ന രണ്ടുപേരും തന്നെ ആൾക്കാരുണ്ട്. ചേർച്ചയാണ്. അതെ സത്യം. പക്ഷെ ഞാൻ അവിടെ നിൽക്കുമ്പോ പുട്ടും കുറ്റീന്റെ അടുത്ത് ചെറിയ എന്തോ സ്പൂണെല്ലാം വെച്ച പോലെ അല്ല, അത്രയും നീളം ഉണ്ടാവും. ഞാൻ അവൻ ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. അത്രയും വലിയൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇപ്പോഴും അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ കോംബോ കുറെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ സംസാരം ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളും ഒരേ നാട്ടിലായതുകൊണ്ട് ഒരേ തരത്തിൽ ആ പക്ഷെ അപ്പൊ അറിയുമായിരുന്നു ഒരേ നാട്ടുകാരാണ്. അതെ, നമുക്ക് ആദ്യം തൊട്ട് അറിയുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആദ്യം അവൻ റിയാക്ട് ചെയ്തു. ഞാനൊരു ലൈവില് എൻ്റെ അടുത്ത് ആരോ വന്ന് ചോദിച്ചു ഇങ്ങനെ തൊപ്പിനെ പറ്റി എന്താ അഭിപ്രായം. നമ്മൾ തൊപ്പി നൈസല്ലേ, തൊപ്പി നമ്മളെ നാട്ടിലല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നമ്മളെ നാട്ടിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നല്ല പരിചയം. ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് 2-3 തവണ വീട്ടിലോട്ട് പോയി. കൊച്ചിയിൽ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടുന്ന് കാണാൻ തുടങ്ങി. ഇവിടുത്തെ IRL സ്ട്രീം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കണ്ണൂരിൽ നിന്ന് IRL സ്ട്രീം ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇൻ ഗെയിമിൽ എപ്പോഴും ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി. നല്ല ഫ്രണ്ട്സായി. ഇൻ റിയൽ ലൈഫിലും ഗെയിമിലും നമ്മൾ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ അങ്ങനെയാണ് തൊപ്പിയായിട്ട് കണക്ട് ആയി. അപ്പൊ ആ ഒരു കോംബോ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ വർത്താനമാണ് മെയിനായിട്ട്. ആ സ്ലാങ് നമ്മുടെ നാട്ടിലത്തെ വർത്താനം നമ്മൾ രണ്ടാളും പറയുന്നത് കേൾക്കുമ്പം അവർക്ക് ഇഷ്ടമായി കുറെ ആൾക്കാർക്ക്. അപ്പൊ അവരെല്ലാരും എക്സ്പെക്ട് ചെയ്തു ഞാനും ഓനും എന്തോ ലവ്വാണെന്നൊക്കെ വിചാരിച്ച ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് മാത്രമല്ല അറിയാം നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന്. കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞു വരത്തി. അതാണ് സംഭവം. പിന്നെ ഗെയിമിനകത്ത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ബെസ്റ്റി ആയിട്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ബഡി, പിന്നെ റൊമാൻസ്, ലവർ എന്നൊക്കെ പറ്റി ചൂസ് ചെയ്യാൻ പറ്റും. കുറച്ചാൾ തൊപ്പി എൻ്റെ ലവർ എന്ന് പറഞ്ഞിട്ട് അതിൽ കിടപ്പുണ്ടായി. അത് നമുക്ക് ആരെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പം പെൺപിള്ളേരും ഒക്കെ ഉണ്ടാവും. ആരെ വേണമെങ്കിൽ ഇതാക്കാം. അപ്പം അന്നേരം വെറുതെ സ്ട്രീമിൽ നമ്മൾ എന്തിനും വെറുതെ ചെയ്തതാണ്. അപ്പം അതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും വെച്ച് ഞാനും എൻ്റെ ലവറാണ്. അതാണ് പറ്റിപ്പോയി.